മോർണിംഗ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. ചാപ്റ്ററിന്റെ പേര് തേർഡ് ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് മൊഡ്യൂളില് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ-കൊമേഴ്സ്, അതാണ് നെക്സ്റ്റ് യൂണിറ്റ് നമ്മൾ പറയണത് കേട്ടോ. അപ്പൊ അതില് അപ്പൊ നമ്മൾ എന്താണ് ഇ-കൊമേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നോർമലി നമ്മള് ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ്, അതായത് കൊമേഴ്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ചെയ്യുക, വാങ്ങുകയും വിൽക്കുന്നതും ഇലക്ട്രോണിക് മീഡിയ വഴി നമ്മൾ ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ, നമ്മുടെ ബിസിനസ് വേൾഡിൽ ഇ-കൊമേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് ആണ് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ-കൊമേഴ്സ്. നോക്കാട്ടോ. പിന്നെ നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മറ്റേ B2B B2C ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നോർമലി 3 രീതിയിലാണ്. മൂന്നല്ല, ഒരു 5-6 പറഞ്ഞു നമ്മള്. അപ്പൊ അതില് മെയിൻ ആയിട്ട് വരുന്നത് B2B, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ടു കസ്റ്റമർ ആൻഡ് കസ്റ്റമർ ടു കസ്റ്റമർ, C2C. നമ്മൾ OLXന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയാണ് നോർമലി 3 ടൈപ്പാണ് മെയിൻ ആയിട്ട് ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പൊ അതില് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. നോക്കാം. അതില് ഒരു ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നോക്കൂ, അതിലാദ്യം ഒരു ഫസ്റ്റ് പറയുന്നത് ഡിസൈൻ കൺസിഡറേഷൻ ഫോർ ഇ-കൊമേഴ്സ്. അപ്പൊ അതിനാദ്യം വേണ്ടത് ഒരു വെബ്സൈറ്റ് ആണ്. കണ്ടില്ലേ, ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ആദ്യം വേണ്ടത് വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അല്ലെ സെർച്ച് ചെയ്യുക. അപ്പൊ ഏറ്റവും ആദ്യം ഇ-കൊമേഴ്സിന് ഫസ്റ്റ് വേണ്ട ടെക്നോളജി എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. ദെൻ രണ്ടാമത് അവർ പറയണത് ഈസി നാവിഗേഷൻ. അതായത് കസ്റ്റമർ പ്രിഫർ ഇ-കൊമേഴ്സ് പോർട്ടൽ ദാറ്റ് ആർ സ്പോണ്ടേനിയസ് ടു ദെയർ ക്വറീസ് ആൻഡ് ഗീവ് ക്വിക്ക് റെസ്പോൺസസ് ടു വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. അതായത് ഇപ്പൊ നമ്മൾ തന്നെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ആവണം അല്ലെ, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ ഒരു ഈസി നാവിഗേഷൻ ആവണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ തേർഡ് പറയണത് സിമ്പിൾ ചെക്ക്-ഔട്ട്. അതായത് അവർ പറയണത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ആകുമ്പോൾ നമുക്കത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വെബ്സൈറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പറയണത് ഒരു ടെക്നോളജി, നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ ചെക്ക്-ഔട്ട് ആയിരിക്കണം എന്നാണ് നെക്സ്റ്റ് അവർ പറയണത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് ടു മെനി സ്റ്റെപ്സ് ആൻഡ് the risk is that the customer just get frustrated and give up before completing the purchase. അതായത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് വേണ്ടാന്ന് വെക്കും, അടുത്തതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചെക്ക്ഔട്ട് പ്രൊസീജിയർ സിമ്പിൾ ആക്കണം, അതാണ് അടുത്ത പറയണത്. നെക്സ്റ്റ് അവർ പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അതായത് നമ്മളിപ്പോ പ്രോപ്പർ ലോജിസ്റ്റിക്സ് ഷുഡ് ബി ഇൻ പ്ലേസ് ടു റിസീവ് ആൻഡ് ഫുൾഫിൽ ഓർഡേഴ്സ്. നമ്മളിപ്പോ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് അത് വല്ലാണ്ട് ഡിലേ ആവരുത്, ഇതാണ് അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അറിയാലോ, പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഗുഡ്സുകൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയാ. അപ്പൊ അത് അങ്ങനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്താലല്ലേ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോജിസ്റ്റിക്സ് പ്രോപ്പർ ആവണം. നെക്സ്റ്റ് പറയണത് ഗുഡ് പ്രൊഡക്റ്റ് പേജ്. അതായത് പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ തന്നെ നോക്കുമ്പോൾ അറിയാലോ, നമ്മൾ ഫീഡ്ബാക്ക് നോക്കാറുണ്ട് അല്ലെ. പ്രൊഡക്റ്റ് നോക്കുമ്പോൾ എത്ര സ്റ്റാറിന്റെ കമന്റുകൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിന്റെ റിവ്യൂസ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവണം. അതാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ്. എന്തൊക്കെയാണ് അതിന്റെ ടെക്നോളജി, ഇ-കൊമേഴ്സിന്റെ ടെക്നോളജി ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഉബിക്വിറ്റി. എന്താണ് ഉബിക്വിറ്റി? ഇറ്റ് മീൻസ് ബീങ് പ്രസന്റ് എവരിവെയർ ഓർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. ദാറ്റ് ഈസ് ദ മീനിങ്. അതായത് ഇപ്പൊ നോക്കിയേ, മൊബൈൽ ഫോൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആരുടെ അടുത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഉള്ള ആ ഒരു അതിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയാ യുബിക്വിറ്റി. ക്ലിയർ? അപ്പൊ അതൊരു ഫീച്ചറാണ്. രണ്ട് പറയുന്നത് ഗ്ലോബൽ റീച്ച്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബൗണ്ടറിയുടെ ആവശ്യം ഉണ്ടാവില്ല, അപ്പൊ അത് ചെയ്യാൻ പറ്റും. ദെൻ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ്
there is one set of technical standard of the internet, that is universal standard. The internet is shared at the global level by all nations. It enables any computer to link with any other computer regardless of the technology. അതായത് നമ്മൾ പ്രോപ്പർ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് അവർ പറയണത്. നെക്സ്റ്റ് പോയിന്റ് പറയണത് റിച്ച്നെസ് ആണ്. That means it can deliver video, audio, animation, billboards, signs and etc. like a traditional commerce. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് സാധനങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും, അതിൻ്റെ വീഡിയോസ് അല്ല അതൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആ ഒരു ഫീല് നമുക്ക് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ ഇന്ററാക്ടിവിറ്റി, അതായത് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട് സാധിക്കണം. അതാണ് അടുത്ത ഫീച്ചർ. ദെൻ ഇൻഫർമേഷൻ ഡെൻസിറ്റി, ദാറ്റ് മീൻസ് നമുക്ക് it is increase the accuracy of quality information, making information more useful and important than over. അതായത് നല്ല ഇൻഫർമേഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള വെറുതെ ആവശ്യമില്ലാത്തതല്ല, കറക്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ സാധിക്കണം. പേഴ്സണലൈസേഷൻ, ദാറ്റ് മീൻസ് that can be customized and further this collected information could be used for sending marketing and promotional messages to the targeted customers. അതായത് നമ്മളിപ്പോൾ സാധാരണ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കും അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മളൊരു വിഷൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ജ്വല്ലറിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഗ്രീറ്റിംഗ്സ് ഇടും അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഗ്രീറ്റിംഗ്സ് എന്താ, നമ്മളെ പേഴ്സണലി നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കുന്നതാ, സന്തോഷം തരുന്നതാ. അപ്പൊ അങ്ങനെയുള്ള രീതികൾ അതും അതിന്റെ ഫീച്ചറാണ്. ഇതാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയേർഡ്. ഇ കൊമേഴ്സിൽ നമ്മൾ ടെക്നോളജി നല്ല വെബ്സൈറ്റും അതുപോലെ തന്നെ ഈസി ആക്സസും നല്ല പ്രൊഡക്റ്റ് പേജും ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ആ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഒരു 6-7 പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ബേസ്ഡ് ആൻഡ് വെബ് ബേസ്ഡ് ബിസിനസ്. അതായത് ആപ്ലിക്കേഷൻ ബേസ്ഡ് മൊബൈൽ ആപ്പ് വെച്ചിട്ടുള്ള ബിസിനസ്സും അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. കൃത്യമായിട്ട് അവർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആ ഒരു ഡിഫറൻസ് പറയണത് കൃത്യമായിട്ട് അവർ പറയേണ്ട പാരാമീറ്റേഴ്സ്, ആപ്പ് ബേസ്ഡ് ബിസിനസ്, വെബ് ബേസ്ഡ് ബിസിനസ്. നമ്മൾ പരീക്ഷയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ കുറേ വലിച്ചുവാരി എഴുതുന്നതിനേക്കാളും ഇതുപോലെ വൃത്തിയിൽ എഴുതുന്നതാണ് കണ്ടന്റ് ബ്രീഫായിട്ട് ഇങ്ങനെ ബോക്സിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ആ രീതിയിൽ പഠിക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് പോയിന്റ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഒന്നാമത്തെ പാരാമീറ്റർ അവർ പറയണത് ഡിവൈസ് യൂസ്ഡ്. നോക്കാം, നമ്മൾ സാധാരണ ഇപ്പോൾ ആപ്പിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇതിൽ തന്നെയാണ് അല്ലേ. എന്താ പറയുക, നമ്മുടെ മൊബൈലിലാണ് ഡിവൈസ് ഉണ്ടാവുക, നമ്മുടെ സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ്സിലാണ് ഡിവൈസ് ഉണ്ടാവുക. അവിടെ നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വെബ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. നെക്സ്റ്റ് ഇന്റർനെറ്റ് ആണ്. എന്തായാലും നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നെറ്റ് നിർബന്ധമാണ് അല്ലേ. റീച്ചബിലിറ്റി ആണ്. With push message notification, app-based business reach large number of customers even when they are on the go. അതായത് ഫോണ്, മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ ആപ്പ് ബേസ്ഡ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ലാപ്പൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നോക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒരുപാട് കസ്റ്റമേഴ്സിന് റീച്ച് കിട്ടുക ആപ്പ് ബേസ്ഡ് ബിസിനസ്സിലാണ്. നെക്സ്റ്റ് പറയുന്നത് പ്ലാറ്റ്ഫോം ആണ്. വെബ് സ്റ്റോർ ആൻഡ് നാറ്റീവ് ആപ്സ്, പ്ലേ സ്റ്റോർ ഇൻ ആൻഡ്രോയിഡ് ആൻഡ് ആപ്പ് സ്റ്റോർ ഇൻ ആപ്പിൾ. അറിയാലോ, ആൻഡ്രോയിഡ് ഫോണുകളിലും ആപ്പിൾ ഫോണുകളിലൊക്കെയാണ് അതിന്റെ സ്റ്റോറേജും വെബ്സും ഉണ്ടാവുക. മറ്റേത് വെബ് സ്റ്റോർ ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്ലാറ്റ്ഫോം കേട്ടോ. നെക്സ്റ്റ് പേയ്മെന്റ് ഗേറ്റ് വേ. അപ്പൊ നമുക്കറിയാം നോർമലി മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ്, COD ഇതൊക്കെയാണ്. രണ്ടും ഏകദേശം കോമൺ തന്നെയാണ്. Then mobility is high. A customers can buy and make transaction from anywhere, anytime, as long as internet connectivity is there. Mobility is low as customers can buy and make transaction on their computers and laptop. അതായത് ആപ്പ് ബേസ്ഡ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കയ്യിൽ എപ്പോഴും 24 ആക്സസ് ആണ് അല്ലേ, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലാപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, എല്ലാ സമയവും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. Then privacy and security. There are many privacy and security issues related with app-based business. Installation of malware on mobile is one of the major concern while shopping online using mobile app. നെക്സ്റ്റ് പറയുന്നത് വെബ് ബേസ്ഡ് ബിസിനസ് ഈസ് മോർ സെക്യൂർ ദാൻ ആപ്പ് ബേസ്ഡ് ബിസിനസ്. അതായത് ചീറ്റിംഗ് നടത്താനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്.
അപ്പൊ അത് ഒരു പ്രശ്നമാണ്. നമുക്ക് അറിയാമല്ലേ, ഇപ്പോൾ ആപ്പിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ ഹാക്കിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആപ്പ് ബേസ്ഡ് ബിസിനസ്സും അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വെച്ചിട്ടുള്ള ബിസിനസ്സും ദെൻ വെബ് ബേസ്ഡ് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയണത്. നെക്സ്റ്റ് നോക്കാം. ബിൽഡിംഗ്, ഡിസൈനിങ് ആൻഡ് ലോഞ്ചിങ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ബിസിനസ് ചെറിയ രീതിയിലായാലും ആളുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിൽ വെബ് ബേസ്ഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആളുകൾ അങ്ങനെ ആപ്പില് എന്താ പറയാ, പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകള് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് വെബ്സൈറ്റിലൂടെ കൊടുത്ത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് SDLC സൈക്കിൾ ഫോർ ഡിസൈനിങ് ഇ-കൊമേഴ്സ് സൊല്യൂഷൻ. SDLC എന്താ? SDLC സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതാണ് SDLC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആ മെത്തഡോളജി അനുസരിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് കിട്ടാന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കാട്ടോ. ഫസ്റ്റ് പറയണത് ഫസ്റ്റ് പോയിന്റ് അവർ പറയണത് സിസ്റ്റം അനാലിസിസ് ഓർ പ്ലാനിങ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, സിസ്റ്റം അനാലിസിസ് ഓർ പ്ലാനിങ്. ഈ ഫേസിൽ അവർ പറയണത് ടു ഡെവലപ്പ് ആൻഡ് ഐഡന്റിഫൈഡ് and define system requirements are also gathered, and on the basis of that system requirement specification document is prepared. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് സിസ്റ്റം റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്സ് വേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്യുക. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസോ ഡാറ്റാബേസോ ഉപയോഗിച്ചിട്ട് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് അവർ പറയണത് ബിൽഡിംഗ് ദ സിസ്റ്റം ഡെവലപ്മെന്റ്. അവിടെ പറയണത് ഒരു ആക്ച്വലിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ഒരു ആക്ച്വലിലേക്ക് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് ആ സിസ്റ്റത്തിനെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ കൊണ്ടുപോവുക. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് പറയണത് ടെസ്റ്റിംഗ്. അതായത് ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ഇ-കൊമേഴ്സ് ടെസ്റ്റിംഗ് ഈസ് ഡൺ on actual e-commerce website of various parameters such as speed of website, connectivity between various pages, money transaction, etc. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക. എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? മറ്റുള്ള ഓരോ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇതൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പബ്ലിഷ് ഓർ ഇംപ്ലിമെന്റേഷൻ. ദാറ്റ് മീൻസ് എ ഹോസ്റ്റിംഗ് കമ്പനി ഈസ് ചോസൺ ഇൻ ദിസ് ഫേസ്. One, it is finalized, then payment of hosting charges are done. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അത് പബ്ലിഷ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്മെന്റ് സൈക്കിള് കൊണ്ടുവരുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അവർ പറയുന്നത് ഏജിൽ മെത്തേഡ്. കണ്ടോ? ഏജിൽ മെത്തേഡ്. ഏജിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് developing and improving an online business step by step with quick changes based on customer feedback and market needs. അതായത് അതിലെങ്ങനെയാണ്, ഇപ്പൊ നമ്മള് ഒരു വെബ്സൈറ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇത് തന്നെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. കാരണം മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഏജിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഏജിൽ മെത്തേഡ് ഞാൻ പറഞ്ഞു കേട്ടോ. എന്താണ് ഏജിൽ മെത്തേഡ്? ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ഓൺലൈൻ ബിസിനസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് ക്വിക്ക് ചേഞ്ചസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക്. അപ്പൊ അവരുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റങ്ങൾ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക. അതിനെ വിളിക്കുന്ന പേര് ഏജിൽ മെത്തേഡ് ഓർ ഏജിൽ മെത്തഡോളജി. നോക്കാട്ടോ, അതിന്റെ അഡ്വാൻറ്റേജ് നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡ് കൂടും, കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലേ, സ്പീഡ് കൂടും. അതുപോലെ തന്നെ ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി,
കാരണം എന്താ, കസ്റ്റമേഴ്സിന്റെ അഭിപ്രായമൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ ഫ്ലെക്സിബിലിറ്റി, അതായത് ചേഞ്ചസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ഓൺ ദ മൂവ്മെന്റ്. ടുഡേസ് ഫാസ്റ്റ് ഓൺ ദ മൂവ്മെന്റ്, ചേഞ്ച് പെട്ടെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരും. അതാണ് അവർ പറയുന്നത്, എവർ ചേഞ്ച് പ്ലാറ്റ്ഫോം ആക്കി മാറ്റും. ദെൻ റെഗുലർ ആൻഡ് റിഗറിയസ് ടെസ്റ്റിംഗ്, അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടല്ലേ, അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയാ, വിജിലന്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ എന്താ പറയാ, ടെസ്റ്റിംഗ്, റെഗുലർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുക. അപ്പൊ അതാണ് ഏജിൽ മെത്തേഡിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ നോക്കാട്ടോ. Hardware is the basic technical requirement of an e-commerce website that can support e-commerce operation. E-commerce operation സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ റിക്വയർമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ പറയാ, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ നല്ല ടെക്നോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ ദിസ് കൺസിഡർ സൈസ്, പർപ്പസ് ആൻഡ് ട്രാഫിക് ഓൺ ദ സൈറ്റ് ടു ഡിറ്റർമൈൻ ദ യൂസ് ഓഫ് സെർവർ ഹാർഡ്വെയർ. An e-commerce website is made up of HTML, PHP, JavaScript, database, media file. The entire website is stored on a web server. Hardware for setting up a web server completely depends on the e-commerce website requirements. നമ്മൾ കൃത്യമായിട്ട് ഹാർഡ്വെയർ നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. നെക്സ്റ്റ് പറയണത് അതിന്റെ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ അതിനെ വിളിക്കുക സോഫ്റ്റ്വെയർ ആണ്. It requires basic web server software to answer requirements from customer for HTML and XML pages. അതായത് നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേണം, നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം അല്ലേ. അപ്പൊ അതാണ് രണ്ടാമത് അവർ പറയുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്വെയർ. Then അവർ പറയുന്നുണ്ട്, the choice of web server software depends on operating system. Apache, the leading web server software, only works with Unix operating system. Unix operating systemത്തിൽ വർക്ക് ചെയ്യുന്ന ലീഡിംഗ് ആയിട്ടുള്ള വെബ് സെർവർ സോഫ്റ്റ്വെയർ ആണ് അപ്പാച്ചെ. Then next പറയുന്നത് മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ is the second major web server software. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് വേഴ്സസ് ഇൻഹൗസ് ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഇൻഹൗസ്, അതായത് നമ്മൾ സ്വയം നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻഹൗസ് ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയാ. എന്നാൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ഔട്ട്സൈഡ് പാർട്ടി, ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് അവിടെ ഉണ്ട്. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് വെൻഡർ ഡെവലപ്പ് ചെയ്യുന്ന എന്താ പറയാ ആപ്ലിക്കേഷൻ ആണ് ഔട്ട്സോഴ്സിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അവർ പറയുന്നുണ്ട്, ഇൻഹൗസ് ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ആൻ ആപ്ലിക്കേഷൻ ഓൺ യുവർ ഓൺ. നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹൈ റിസ്ക്, ഹൈ സ്കിൽഡ് സെറ്റ് ആൻഡ് പ്രീ ബിൽഡ് ടെംപ്ലേറ്റ്സ് ഇൻ ദിസ് കേസ്. ഇനി ഔട്ട്സോഴ്സിങ്, ഞാൻ പറഞ്ഞു ഔട്ട് പുറത്തുനിന്ന് ഒരാളാണ് അല്ലെ. ഹയറിംഗ് ആൻ ഔട്ട്സൈഡ് വെൻഡർ ടു പ്രൊവൈഡ് ഡെവലപ്ഡ് ആപ്ലിക്കേഷൻ ദാറ്റ് കനോട്ട് ബി ഡെവലപ്ഡ് വിത്തിൻ ഹൗസ് പേഴ്സണൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇതൊന്നും ഇതിലിപ്പോ നമ്മൾ പറഞ്ഞതില് മറ്റേ ലൈഫ് സൈക്കിൾ ഒന്ന് ജസ്റ്റ് നോക്കുക, പോയിന്റുകളൊക്കെ ജസ്റ്റ് അങ്ങനെ വായിച്ചു നോക്കുക കേട്ടോ. ഇതങ്ങനെ നമ്മുടെ പ്രീവിയസിൽ ഈ ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, സെക്കൻഡ് ഇയർ ആയല്ലോ, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അസൈൻമെന്റിലെ ക്വസ്റ്റ്യൻസ് കുറെ ഇരുന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് പോവാ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് ആൻഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. നെക്സ്റ്റ് കേട്ടോ, ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ഇ-കൊമേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം.
architectural framework. A framework is intended to define and create tools that integrate the information and allow the development of e-commerce application. ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ടൂളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. അതാണ് ഒരു ആദ്യത്തേതിൽ പറയുന്നത്. ഇ-കൊമേഴ്സ് ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് 6 layers. 6 layers ആണ് അതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന്, application layer services. applications layer services നോക്കാട്ടോ. It include all customer to business, business to business and intra organizational services. നമുക്കൊരു ടൂൾ, ഇത് വേണമല്ലോ, ഒരു ഫ്രെയിംവർക്ക് വേണം അല്ലേ, ഒരു സ്ട്രക്ചർ വേണം അല്ലേ. അപ്പൊ അതിൽ ആദ്യത്തെ പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ സോഫ്റ്റ്വെയർ, അതായത് C2B ഉണ്ടാവും, B2B ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻട്രാ ഓർഗനൈസേഷണൽ സർവീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ആപ്പുകളൊക്കെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവണം. Then brokerage services, data or transaction management. അതായത് നമ്മളിപ്പോ നേരെ നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ഒക്കെ ചെയ്യും അല്ലേ. പിന്നെ ഇൻക്ലൂഡ്സ് ഓർഡർ പ്രോസസ്സിങ്, നമ്മൾ ഓർഡർ ചെയ്യും. ദെൻ പേയ്മെന്റ് പ്രോസസ് ആൻഡ് മെയിൽ ഇന്ററാക്ഷൻ. അപ്പൊ ആ ഒരു ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനൊക്കെ ഒരു ചെറിയൊരു സർവീസ് ചാർജ് ഒക്കെ ചിലപ്പോൾ ഈടാക്കും. ദെൻ ഇന്റർഫേസ് ആൻഡ് സപ്പോർട്ട് ലെയേഴ്സ്, അതായത് സപ്പോർട്ട് ഡയറക്ടറി, സപ്പോർട്ട് ഫംഗ്ഷൻസ്, ഇന്ററാക്റ്റീവ് കാറ്റലോഗുകളൊക്കെ അതിൽ ആ ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവണം. ദെൻ സെക്യൂർ മെസ്സേജിങ്, സെക്യൂരിറ്റി ആൻഡ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഇ-കൊമേഴ്സ് ഇമെയിൽ ആവും, അല്ലെങ്കിൽ EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. അപ്പം എങ്ങനെയാണ് നമ്മൾ മെസ്സേജസ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം അതിന്റെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. മിഡിൽ വെയർ ആൻഡ് സ്ട്രക്ചേർഡ് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച്, അതായത് നമ്മൾ ഇപ്പൊ അവർ കസ്റ്റമേഴ്സ് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം ഡോക്യുമെന്റ്സ്. നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, പ്രോപ്പർ ആയിട്ടുള്ള സർവീസസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് അതിലവർ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് DNS ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റം. നോക്കാം, ഇതൊക്കെ അതിന്റെ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഡൊമൈൻ നെയിം നോക്കാം. ഇറ്റ്സ് എ സിസ്റ്റം ഫോർ മാപ്പിംഗ് alphabetic name to numeric internet protocol addresses like a phone book map a person name to a phone number. അപ്പൊ അതായത് നമ്മൾ എന്താ പറയാ, ഡൊമൈൻ നെയിം നമുക്കറിയാലേ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. www.abc.com is an URL. URL അറിയാലോ, യൂണിവേഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. In this abc.com is the domain name, and www is the host name. DNS resolution map www.abc.com into an IP address. When user needs to load a web page, a conversion must occur between what a user types into their web browser into a IP address required to locate the www.example.com സൈറ്റ്. അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെ ഡൊമൈൻ നെയിം ആൽഫബറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസിൽ IP അഡ്രസ്സിൽ നെയിം ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ DNS എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണത് വെബ് സെർവർ ഇംപ്ലിമെന്റേഷൻ, ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. The server and client speak the standardized, basically the computer language of the World Wide Web. Because of this standard language, the old Mozilla Netscape browser can still talk to a modern Apache or Nginx web server. അതായത് വെബ് സെർവർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. മോഡേൺ ബ്രൗസർ ആൻഡ് വെബ് സെർവർ ഹാസ് സിംപ്ലി ഡെവലപ്ഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ദ ലാംഗ്വേജ് ഓഫ് ദ വെബ് ടു ഇൻകോർപ്പറേറ്റ് ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു റിലേറ്റ് ടു ദ ന്യൂ കസ്റ്റമേഴ്സ്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് വെബ് സെർവർ ആണ്. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ ഡെഡിക്കേറ്റഡ് ടു റൺ ദ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ക്ലയന്റ് റിക്വസ്റ്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. അതായത് വേൾഡ് വൈഡ് വെബ്, നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ റൺ ചെയ്യാനുള്ള രീതിയിലേക്ക് വെബ് സെർവർ സെറ്റ് ആവണം. വെബ് സെർവർ, ദെൻ ക്ലയന്റ് റിക്വസ്റ്റ്. എ ക്ലയന്റ് സെൻഡ് എ റിക്വസ്റ്റ് to web server by using a browser such as Internet Explorer, Firefox or Chrome. പിന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ക്ലയൻസ് എന്ത് ചെയ്യും, അത് കൊടുക്കും അല്ലേ, നമ്മൾ എന്തെങ്കിലും ക്വറീസ് ഒക്കെ കൊടുക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ സെർവർ, വെബ് സെർവർ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസ് തരണം. മനസ്സിലായില്ലേ? The web server can be implemented in various ways. The following web server implementations can have changing features, extensions and configuration. അതില്
ഒന്നാമത്തെ പറയുന്നത് അപ്പാച്ചെ HTTP സെർവർ ഇസ് ദ മോസ്റ്റ് യൂഷ്വൽ ഡിപ്ലോയിഡ് വെബ് സെർവർ ഓൺ ദ ഇന്റർനെറ്റ് ഫോർ മോസ്റ്റ് HTTP സെർവർ നമ്മൾ മുൻപേ അവർ പറയുന്നത് മോർ ദാൻ 20 years ആയിട്ടുണ്ട് അത് നിൽക്കുന്നത്. നിഗിക്സ് സെക്കൻഡ് മോസ്റ്റ് കോമൺലി വെബ് സെർവർ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ്. തേർഡ് കാഡി, ഇറ്റ് ഈസ് എ ന്യൂ എൻട്രി ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ സെറ്റിംഗ് ദ HTTP2 പ്രോട്ടോകോൾ വിത്ത് HTTPS. മൂന്നാമത്തെ വെബ് സെർവർ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്ട് ഓഫ് emerging technologies on e-commerce. പോയിന്റ് വൈസ് അവർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തെ പറയുന്നത് മൊബൈൽ ഡിവൈസസ് ആൻഡ് മൊബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. അതായത് നമ്മുടെ ഇപ്പോൾ ഇ-കൊമേഴ്സ് ടെക്നോളജിയിൽ നമുക്ക് വന്നിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് അവർ പറയണത്. ഒന്നാമത്തെ പോയിന്റ് പറയണത് മൊബൈൽ ഡിവൈസ് ആൻഡ് മൊബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നതാ, നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെയാണ് അല്ലെ ട്രാൻസാക്ഷൻ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഒരു ഇമ്പാക്ട് ഇ-കൊമേഴ്സിന്റെ ഒരു ഇമ്പാക്ട് പറയുന്നത് നമ്മൾ മൊബൈൽ ഡിവൈസസ് വഴി തന്നെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഡയറക്റ്റ് പോകുന്നതിനേക്കാളും ആളുകൾ ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത്. അതാണ് ഒരു ഇമ്പാക്ട്. ബിഗ് ഡാറ്റ ആൻഡ് ബിഗ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. അതായത് അവിടെ പറയുന്നത് കമ്പനീസ് ഒരുപാട് ഡാറ്റാസ്, ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് ഡാറ്റാസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതില് ഒരുപാട് ഇന്നത്തെ പണ്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അതായത് എന്താ പറയാ, ഒരുപാട് സെർച്ച് എൻജിൻസ് ഒക്കെ വരുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നത് തന്നെ ആളുകൾ കമ്പനികൾക്ക് ഒരുപാട് ഡാറ്റ കിട്ടുന്നുണ്ട്. സോ ഇൻ സച്ച് സിറ്റുവേഷൻ യൂസ് ഓഫ് ബിഗ് ഡാറ്റ ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ബിക്കം റെലവെന്റ് ടു സേവ്, അപ്ഡേറ്റ്, യൂസ്, പ്രോസസ് ആൻഡ് ഷെയർ ദിസ് എവർ ഗ്രോയിങ് ബിസിനസ് ഡീറ്റെയിൽസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും ഡാറ്റ കിട്ടുമ്പോൾ അതിനുള്ള ടൂളുകൾ, പ്രോപ്പറായിട്ടുള്ള ടൂളുകൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും കൃത്യമായിട്ട് ഫോളോ അപ്പ് കൊടുക്കാനുള്ള കാര്യങ്ങൾ വേണ്ടിവരും. A big data analysis is the process of examining large and varied data, set big data to uncover hidden pattern, unknown correlation, market trend, customer preferences, and other useful information that can help organization make more informed business decision. പിന്നെ വന്നൊരു ഇമ്പാക്ട് എന്ന് ഈ പറയുന്ന രീതിയിൽ ഡാറ്റ, ഒരുപാട് ഡാറ്റാസ്, കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് ബൾക്കായിട്ട് കമ്പനീസ് വരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്താലാണ്, കോർഡിനേറ്റ് ചെയ്താലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. നമുക്കറിയാലോ ഇപ്പൊ ഇതൊരു AI യുഗമാണ് അല്ലെ, ടെക്നോളജീസ് മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള AI ടെക്നോളജി, അങ്ങനെയുള്ള സിമുലേഷൻസ്, അങ്ങനെയുള്ള ടെക്നിക്സുകൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. അവർ പറയുന്നുണ്ട് AI is an important emerging technology that has created impact on every that we do today, right from searching the internet to watch series or movies on streaming platform to what we order online. അപ്പൊ അത് ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രോപ്പറായിട്ട് ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യണം. then അതുപോലെ തന്നെ AGI representation of generalized human cognitive abilities in software, so that faced with unfamiliar task the AI system could find a solution. നമുക്ക് പറ്റാത്ത കാര്യങ്ങളും അവർ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആൻഡ് ക്യാൻ ആക്സസ് ഡാറ്റ. അതായത് നമ്മുടെ ലേണിംഗ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ ഇന്നത്തെ ഒരു യുഗത്തില്, ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന സംഭവങ്ങളാണ്. ദെൻ typically business are implementing AI or ML, artificial intelligence or machine learning to increase retail standard, customer experience and profit and fast processing. ഇതൊക്കെ ഈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണം.
അപ്പൊ അതിലവർ പറയണത് ഈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലൈസേഷൻ, അതായത് ഒരു പേഴ്സണലൈസ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. റിയൽ ടൈം ഇന്റന്റ് ടാർഗറ്റിംഗ്, അതായത് ആളുകളെ കൃത്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് അവർ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഫോക്കസ് ചെയ്യാൻ പറ്റും. വോയിസ് അസിസ്റ്റൻസ്, അതായത് നമുക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഈ പറയുന്ന ടെക്നോളജീസ് കൊണ്ട് സഹായിക്കും. റെക്കമെൻഡേഷൻ എൻജിൻസ്, അതായത് നമുക്ക് അവരുടെ ഇപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചാറ്റ് ബോക്സ് സപ്പോർട്ട്, അതായത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ട്, ചാറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ഇൻഫർമേഷൻസ് തരാനുണ്ട്, അപ്പൊ ആ രീതിയിലായാലും നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ടെക്നോളജികൾ ഉള്ളത് കൊണ്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ് അവർ പറയണത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡിജിറ്റൽ ട്വിൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ കൊമേഴ്സ്, അതാണ് അവർ പറയണത്. നോക്കാട്ടോ നമുക്ക് എന്താന്നുള്ളത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് is a system of interrelated computing devices, mechanical and digital machines, objects, animals, or people that are provided with unique identification and ability to transfer data over a network without requiring human to human or human to computer intervention. അതായത് നമുക്ക് പറയണത് ഇന്റർനെറ്റ് നമ്മുടെ നെറ്റ് മെക്കാനിക്കൽ ടു മെക്കാനിക്കൽ എന്താ പറയാ, അങ്ങനെ നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് പറയണത് ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ദാറ്റ് മീൻസ് it's a network particularly in industrial context where all the instruments have sensors are interconnected with each other. അതായത് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഇൻഡസ്ട്രീസിൽ മെഷീൻസ് ആവില്ലേ കൂടുതൽ, അപ്പൊ അത് ഇന്റർകണക്ട് ചെയ്യുക, അപ്പൊ അതിനെയാണ് അവർ പറയണത്. അപ്പൊ അങ്ങനെ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും, ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മൂവ്മെന്റുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് അവർ പറയണത്. നെക്സ്റ്റ് പറയണത് cloud computing, edge computing, and fog computing and its impact on e-commerce. Next cloud computing, edge computing, and fog നോക്കാം. Cloud computing term is often refer to the process of analyzing analyzing the data lying in these remote data centers. A close variation of the concept of cloud computing is edge computing.